പറയുന്നു. ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം? ഈ പ്രായത്തിൽ നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ മക്കളോട് സമീപിക്കേണ്ട സമീപന രീതി നല്ല ബഹുമാനത്തോടെ സമീപിച്ച് ശീലിക്കണം. കമിസ്ലി സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മുത്തുനബി തങ്ങൾ മക്കളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. പേരക്കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. നബിതങ്ങളെടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. മക്കളോട് നബിതങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർക്ക് മനസ്സിലാകുന്ന ശാന്തസുന്ദരമായ ഭാഷയിൽ. ഒരു ഈത്തപ്പനെ കെറിഞ്ഞിട്ട് വീട്ടുകാരൻ രക്ഷിതാവ് കുടുങ്ങുന്നു. പടച്ചോനെ, നാട്ടുകാർ ഈത്തപ്പനൊക്കെ കെറിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കൂലേ? സമാധാനം പറയണ്ടേ? ആൻസർ പറയണ്ടേ? അങ്ങനെ കുടുങ്ങിയ മകനെയും കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കും. മോനെ, ഈത്തപ്പനയിൽ നിന്ന് നീ വല്ലപ്പോഴും ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടോ? അതെ. നല്ല മധുരല്ലേ? നല്ല മധുരമാണ്. പോഷകല്ലേ? ഉണ്ട്. ഈ ഈത്തപ്പഴം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയോ? ഈത്തപ്പനയിൽ നിന്നാണ്. ഈ ഈത്തപ്പനയെ നീ നേരത്തെ എറിയണോ? എന്തൊരു ഭംഗിയുള്ള സംസാര രീതി! അവിടെ പ്രക്ഷുബ്ധമായി ആക്ഷേപിച്ച് ശകാരിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാര്യം നേടാം എന്ന് അധ്യാപകരെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. രക്ഷിതാക്കളെ നബിതങ്ങൾ പഠിപ്പിച്ച ബശ്ശിറു വലാ തുനഫിറു. മക്കളോടൊക്കെ നല്ല സന്തോഷകരമായി പെരുമാറണം. വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ മക്കളോട് എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സലാം പറയണം. മുസാഫഹത്ത് ചെയ്യണം, ആലിംഗനം ചെയ്യണം, അവർക്ക് ചുംബനം നൽകണം, അവരെ അണച്ചുകൂട്ടണം, വിവരങ്ങൾ ചോദിക്കണം. ഇവിടെയാണ് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം.